ടി.കെ. ഗോവിന്ദൻ്റെ പ്രതികരണങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന്തൂർ സംഭവവുമായി ബന്ധപ്പെട്ട ശ്യാമളയ്ക്കെതിരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ അന്വേഷണം, പാർട്ടി ഏൽപ്പിച്ചുള്ള അന്വേഷണ കമ്മീഷൻ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഗോവിന്ദനുണ്ടായിരുന്നു, പി ജയരാജൻ. അപ്പോൾ ഈ 3 അദ്ദേഹം പറയുന്നത് ഈ 3 പേർക്കെതിരെയാണ് നടപടി പിന്നീട് വരുന്നത് ഈ കൂട്ടി വായിക്കുമ്പോൾ. അപ്പോൾ എന്താണോ ആരോപണം നടത്തിയില്ല, പോലീസ് നടത്തിയില്ല അന്വേഷണത്തിൽ ശ്യാമളയ്ക്കൊരു പ്രശ്നം, സാജൻ്റെ മരണവുമായി ശ്യാമളയ്ക്കൊരു പങ്കുമില്ല എന്ന കാര്യം പറയുന്ന ഒക്കെ ആയിരിക്കും. പക്ഷേ അതിനുശേഷം ഒന്നുകിൽ നടപടി ഇല്ലാതിരിക്കുക, അന്വേഷണ കമ്മീഷൻ കൊടുത്തിട്ടുള്ളതനുസരിച്ചിട്ട് പാർട്ടി നടപടിയിലേക്ക് ഉണ്ടാവുക. അതല്ലെങ്കിൽ ഈ ആളുകൾക്കെതിരെ ഇപ്പോൾ പി ജയരാജൻ നമുക്കറിയാം, പി ജയരാജൻ ആവശ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഇത്തവണ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് അത് വളരെ നിർണായകമായൊരു സ്ഥലത്ത് അദ്ദേഹത്തെ മത്സരിക്കാൻ ഏൽപ്പിക്കുന്നു. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ, ഈ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ തിരിച്ചു കയറുമ്പോൾ ജയരാജന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദനൂടെ പറയുന്നത്. ഈ ഇത് ഒരു ഉയർത്തുന്നു. ഇപ്പോൾ ഈ ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തു, എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നാണെങ്കിൽ അത് വേണമെങ്കിൽ പറയാം വ്യക്തിപരമായ പ്രശ്നമാണെന്ന്. ആ വ്യക്തിപരമായ പ്രശ്നമല്ല അദ്ദേഹം ഉയർത്തുന്നത്. വേണമെങ്കിൽ നമുക്കിപ്പോൾ അമ്പലപ്പുഴയുടെ കാര്യത്തിലാണെങ്കിൽ ജി സുധാകരൻ പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഉള്ള ചില കാര്യങ്ങൾ, അവിടെ ചില നേതാക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഇവിടെ സുരേഷ് ഇവിടെ പറഞ്ഞ പോലെ പലതവണ മത്സരിച്ചയാളാണ്, എത്രയോ തവണ ജയിച്ചു, അദ്ദേഹം മന്ത്രിയായി, ഇങ്ങനെയൊക്കെ പല സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാൾക്ക് വീണ്ടും പ്രായത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയിട്ട് പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് മാറേണ്ട പ്രായം കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷേ അതല്ല ഇവിടെ ഉയർത്തുന്ന പ്രശ്നം. ഇവിടെ ഉയർത്തുന്നത് എനിക്ക് സീറ്റ് കിട്ടാത്തതെന്നല്ല ടി.കെ. ഗോവിന്ദൻ്റെ പ്രശ്നം. ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റിലുണ്ടായിരുന്ന പേരുകൾ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതായത് ജില്ലയിൽ നിന്ന് തന്നെ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇത് പോകുന്നില്ല എങ്കിൽ അത് ആണല്ലോ പ്രശ്നം. അതായത് പാർട്ടിയുടെ രീതി അനുസരിച്ച്, സംഘടനാ രീതി അനുസരിച്ച് അവിടെ ചെയ്യേണ്ടതാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയോ ജില്ലാ സെക്രട്ടേറിയറ്റോ തീരുമാനിച്ച ലിസ്റ്റ് പോകണം. അത് സംസ്ഥാന കമ്മിറ്റി അതിൽ ഏതെങ്കിലും അംഗീകരിക്കാം. അങ്ങനെ ഈ ശ്യാമളയുടെ പേര് അംഗീകരിച്ച് കിട്ടിയ പ്രശ്നമില്ല. പക്ഷേ ഇത് അവിടേക്ക് പോകുന്നില്ല. ഒന്നങ്ങോട്ട് പോകുന്നു, ഒന്നിങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് ഒരിക്കൽ പോലും പാർട്ടി സംവിധാനത്തിന് ശരിയായ രീതിയല്ല. പിന്നീട് ഒരു കാര്യമുള്ളത്, ഈ ആളുകളൊക്കെ പോകുന്നത് അത് അവരുടെ താല്പര്യങ്ങൾക്കാണ്. അവരെ പാർലമെൻ്ററി വ്യാമോഹമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം കിടക്കുന്നത് ഈ പാർട്ടിയുടെ ഈ വിദ്യാഭ്യാസം, ഈ സംഘടനാ വിദ്യാഭ്യാസം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ. എവിടെയൊക്കെയോ പാളിച്ചു. അപ്പോൾ അവിടും പാർട്ടിയുടെ പാളിച്ചയായിട്ടാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ തെറ്റ് തിരുത്തൽ എന്ന് പറയുമ്പോൾ ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവുന്നില്ല. ഈ ഓരോ ജില്ലയിലും ഇതേ പ്രശ്നങ്ങൾ വരുന്നു. പയ്യന്നൂരിലൊക്കെ ഇത് വരുന്നു, അത് കഴിഞ്ഞിട്ട് തളിപ്പറമ്പിൽ വരുന്നു, ഈ പാലക്കാട് വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അമ്പലപ്പുഴയിൽ വരുന്നു ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വ്യാപകമായിട്ട് ചെറിയ ആളുകളൊന്നുമല്ല. സീറ്റ് കിട്ടാത്തതിൻ്റെ കെറിവിൽ പോയി എന്ന് പറയുന്ന ഇപ്പം സുധാകരൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം സീറ്റ് കിട്ടാത്തതിൻ്റെ കെറിവിൽ അദ്ദേഹം പറയുന്നത് പാർട്ടി വിരുദ്ധമായിട്ട് പറയുന്നില്ല. ഇവിടെ പിണറായി സർക്കാർ 3ാമത് വന്നാൽ നല്ല കാര്യമെന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അവിടെ പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹം കുറ്റം പറയുന്നത്. പക്ഷേ എനിക്ക് പ്രതികരിക്കണം എന്നുള്ള ആ പ്രതികരിക്കുന്നതിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത്, ജയിച്ച സ്ഥാനാർത്ഥി ഒരാൾ മത്സരിച്ച് ജയിച്ചു, ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പേരിൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് നടപടിയെടുത്തു, അത് എനിക്ക് എതിരെ നടപടിയെടുത്തു എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതെന്തുകൊണ്ടുള്ളതാണ്? ജയിച്ചിട്ടുണ്ടല്ലോ. സുധാകരനടക്കം കൈകാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഒരു മെക്കാനിസത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥരൂപത്തിൽ നിലനിർത്തുന്നതിൽ പാളിച്ച പറ്റുന്നു. ആളുകൾ സ്വകാര്യ താല്പര്യങ്ങൾ കൊണ്ട് നടക്കുന്നു, അവ നടപ്പിലാക്കുന്ന പോലുള്ള വിമർശനമാണ് പൊതുവെ ഉന്നയിക്കപ്പെടുന്നത്.